എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് കൊട്ടയായിട്ടാണ് ഇറങ്ങിയേക്കണേ. നമുക്ക് ഇത്ര നാളായിട്ട് കണ്ണിമാങ്ങ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കണ ഒരു ചെറിയ മാവാട്ടോ ഇത് കാണിച്ചു കൊടുക്കാം. അതിൽ കുറച്ചൊക്കെ മാങ്ങയുണ്ട്. അപ്പോൾ അതങ്ങ് ഞാൻ പറിക്കുവാണ്. ഒത്തിരി ഒന്നുമില്ല, ഉള്ളതങ്ങ് പറിക്കുക, എന്നാലും ചതഞ്ഞു പോകും. വെയിലായോണ്ടേ വെയിലായോണ്ട് വാങ്ങിയൊന്നും ഇതേ പിടിച്ചില്ല. ഇത്രയൊന്നും ഇല്ലായിരുന്നു. പാകത്തിന് നമ്മുടെ കണ്ണി പാകാട്ടോ. ഇത് പൊട്ടിപ്പോയതുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ പറിച്ച സ്യൂട്ടാവണില്ല, കാരണം മൊത്തം പൊട്ടിപ്പോവാ. ഇതിട്ട് വയ്ക്കാൻ കൊള്ളില്ലല്ലോ. ഞാൻ വേറെ മാർഗം ഒന്ന് നോക്കട്ടെ. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഇത്രയെങ്കിലും കിട്ടിയിട്ടോ. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഞാൻ അതിൻ്റെ ഞെടുപ്പൊന്നും ഒടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം അതിൻ്റെ ചോന ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ നല്ല ഭരണി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മുടെ മാങ്ങ ഇടാം. നമ്മുടെ ചെറിയ ഭരണി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതൊരു വേറൊരു ബോട്ടിലിൽ ഇട്ട് വെക്കണം. കണ്ടത്. അപ്പം ഇനി ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അങ്ങ് ചുളിഞ്ഞ് അങ്ങ് വരും. അന്നേരം നമ്മുടെ അച്ചാറിന് പാകാവും കേട്ടോ. അന്നേരം എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് അച്ചാറിടാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ ഉള്ളവർ ഈ രീതിയിലൊന്ന് ഉപ്പിലിട്ട് വെക്കണം. ഉപ്പിലിട്ടിട്ട് അത് അച്ചാറിടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് കൂട്ടി കണ്ണിമാങ്ങയൊക്കെ കൂട്ടി ചോറുണ്ണാനുണ്ടല്ലോ, എന്ത് ടേസ്റ്റാണെന്നറിയും. അടിപൊളിയാട്ടോ. അപ്പോൾ ഉള്ളവർ ഒന്ന് ഇട്ട് വെക്കണം. ഈ പ്രാവശ്യം പൊതുവെ മാങ്ങയൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊക്കെ മാങ്ങ തീരെ കുറവാട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാ തവണയും നമുക്ക് നാട്ടുമാങ്ങയൊക്കെ ഇഷ്ടമാതിരി അച്ചാറിടാൻ കിട്ടും. ഈ പ്രാവശ്യം വളരെ കുറവുള്ളൂ. നമ്മൾ ചെറിയൊരു മാങ്ങയെന്ന് പറിച്ച് കണ്ടില്ലേ. അപ്പോൾ എല്ലായിടത്തും കുറവാട്ടോ. അപ്പോൾ ഉള്ളവർ ഇങ്ങനെയൊന്ന് ഉപ്പിലിടണം കേട്ടോ. ഉപ്പിലിട്ട് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ പാകമായി കഴിയുമ്പോൾ അച്ചാറിടണം. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.